ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, നല്ലത് എടുത്താൽ മതി. ഒരു പൊട്ടക്കഥയാണ്, ഒരു കടലാസിന്റെ കഥയാണ്. കടൽ തീരമാണ് പശ്ചാത്തലം. കടൽ തീരത്തിന്റെ അടുത്തൊരു കലാകാരൻ ജീവിക്കുന്നുണ്ട്. അയാളുടെ വീട് അവിടെയാണ്. അദ്ദേഹം സന്ധ്യാസമയങ്ങളിൽ കടൽ തീരത്ത് കൂടെ നടക്കാൻ പോകുമായിരുന്നു. അതൊരു ബീച്ചാണ്. ധാരാളം ആളുകൾ പല നാട്ടിൽ നിന്ന് വന്ന് വെള്ളത്തിൽ ചാടാനും കടലിൽ ചാടാനും കുളിക്കാനും ഒക്കെയായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഫോട്ടോ എടുക്കുന്നു, ഐസ്ക്രീം തിന്നുന്നു, സന്തോഷം. അങ്ങനെ ഇദ്ദേഹം അതിനിടയിലൂടെ ഇങ്ങനെ നടക്കും. കടൽ തീരം മണലിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം അതിൽ നടന്നപ്പോൾ വഴി അവിടെ നിന്ന് ആരോ വിളിക്കുവാണ്, സാർ സാർ എന്ന് വിളിക്കുവാണ്. അപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല. ആരാണ് വിളിച്ചത്? വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും കേൾക്കണം, സാർ. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ കടൽ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കടലാസാണ് വിളിക്കുന്നത്. കഥയാണ്, കടലാസാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തു വേണം, എന്തുവാ നിങ്ങൾ വിളിച്ചത്? അപ്പോൾ കടലാസ് പറഞ്ഞു, സാർ എന്നെ ഒന്ന് രക്ഷിക്കാമോ? ഞാൻ ഈ കടൽ തീരത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഈ ഇതിലെ കൂടെ പോകുന്ന മനുഷ്യരൊക്കെ എൻ്റെ മേത്തോടെ ചവിട്ടി പോകുന്നു. ചിലർ എൻ്റെ മേത്ത് തുപ്പി എൻ്റെ ഈ കടലാസ് കീറി തുടങ്ങി. എന്നെ താങ്കൾക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന് കടലാസ് കലാകാരൻ, നടന്നു പോകുന്ന കലാകാരനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അദ്ദേഹം കുനിഞ്ഞ് ആ കടൽ തീരത്ത് കിടന്ന പേപ്പർ എടുത്തു. കീറാൻ തുടങ്ങിയ, മണ്ണ് പറ്റിയ, വെള്ളം പറ്റിയ ആ കടലാസ് എടുത്തു. ആ കലാകാരൻ ദൈവത്തിന്റെ സ്ഥാനത്താണ് കഥയിൽ. കഥ കഴിഞ്ഞിട്ടില്ല. ആ കടലാസ് ഞാനോ നിങ്ങളോ ആരോ ആണ്. മണ്ണ് പറ്റിയ, കീറാൻ തുടങ്ങിയ, തകർന്നു കിടക്കുന്ന ആ കടലാസ്. നമ്മളെന്താ തകരാത്തത്? നമ്മളെ ദൈവം കയ്യിലെടുത്തത് കൊണ്ട്. കഥ കഴിഞ്ഞിട്ടില്ല. അയാൾ ആ കടലാസിനെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു മേശയുടെ പുറത്ത് വിരിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മേത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. എന്നിട്ട് ആ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് ഒന്നിച്ചിരി സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഉണങ്ങാൻ വേണ്ടി ആ കടലാസ് അവിടെ വെച്ചു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഉണങ്ങി, കടലാസ് നല്ല ബലമുള്ള ഒരു പേപ്പറായി. അപ്പോൾ അദ്ദേഹം അതിന്റെ മുകളിലുള്ള മണലൊക്കെ തൊട്ടിക്കളഞ്ഞ് ക്ലീനാക്കി. എന്നിട്ട് ആ കടലാസിനോട് ആ മനുഷ്യൻ പറഞ്ഞു, നിന്നെ ഞാൻ ഒന്ന് മുറിച്ച് ഒരു പട്ടമാക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ കടലാസ് ചോദിച്ചു, സാർ എന്നെയോ? ഈ കീറിപ്പോയ എന്നെയാണോ സാറേ പട്ടമാക്കുന്നത്? നിന്നെ തന്നെ. ഈ മണ്ണ് പറ്റിയ എന്നെയോ? അതെ, നിന്നെ തന്നെ. ഈ കീറി എന്നെയോ? ഈ നിലത്തോടെ ആളുകളെ ചവിട്ടി നടന്ന എന്നെയോ? ആ നിന്നെ. എനിക്ക് മനസ്സിൽ തോന്നുക നിന്നെ ഒന്ന് ഒരു പട്ടവാക്കി ഉയർത്തണമെന്ന്. അദ്ദേഹം, ഈ കലാകാരൻ, അപ്പുറത്തെ മുറിയിൽ പോയി ഒരു കത്രിക എടുത്തോണ്ട് വന്ന് ആ കടലാസിനോട് പറഞ്ഞു, ടെൻഷനൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്ന് കട്ട് ചെയ്യും, മുറിക്കും. അപ്പോൾ കടലാസ് ചോദിച്ചു, ഒരുപാട് മുറിവും ചതവും ഇടിയും തൊഴിയും ഒക്കെ കിട്ടിയതാണ്. താങ്കൾ ഇനി എന്നെ മുറിക്കുവാണോ? ആവശ്യത്തിലധികം സഹിച്ചതാണ്, ഇനി നിങ്ങൾ എന്നെ മുറിക്കുവാണോ? അപ്പോൾ കലാകാരൻ പറഞ്ഞു, നീ ടെൻഷനൊന്നും ആവണ്ട, ഒന്ന് മുറിച്ച് ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കലാകാരൻ ആ കടലാസിനെ മുറിച്ച് ചില രീതിയിൽ ഒട്ടിച്ച് അതിനെ ഒരു പട്ടവാക്കി മാറ്റി. എന്നിട്ട് ആ കലാകാരൻ കടലാസിനോട് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്. നീ ഇന്നലെ കടൽ തീരത്തെ ബീച്ചിൽ മണ്ണ് പറ്റി കിടന്ന സ്ഥലത്ത്, കരഞ്ഞ് എന്നോട് സാർ എന്ന് വിളിച്ച സ്ഥലത്ത് നിന്നെ ഒരു പട്ടമാക്കി ഉയർത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇന്നും നടക്കും കേട്ടോ ഇതേപോലെ. കരഞ്ഞ സ്ഥലത്ത് ദൈവം ഉയർത്തും. പ്രാർത്ഥിച്ച സ്ഥലത്ത് ദൈവം നിന്നെ പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് പട്ടവാക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാം, നീ അവിടെ ഇരിക്കുക. അദ്ദേഹം അപ്പുറത്തെ റൂമിൽ പോയി ഒരു കൈ നിറച്ച് നൂലെടുത്തോണ്ട് വന്നു, നൂല്. എന്നിട്ട് ആ പട്ടത്തിന്റെ ഒരു ഭാഗത്ത് മുറുക്ക കെട്ടി. അപ്പോൾ കടലാസ് ചോദിച്ചു, വേദനിക്കുന്നുണ്ട് കേട്ടോ,
ഭയങ്കര വേദനയുണ്ട്, സാരയില്ല, നല്ലതിനാണ്. മുറുക്കിക്കെട്ടി. പിറ്റേ ദിവസം ആ കലാകാരൻ ആ കീറിയ കടലാസ്, പട്ടമാക്കി മാറ്റിയ കടലാസ് എടുത്തുകൊണ്ട് കടൽത്തോരത്തൂടെ ഇങ്ങനെ ബീച്ചിൽ കൂടെ നടന്ന് 2-3 പ്രാവശ്യം ചോദിച്ചു, നീ ഇന്നലെ കരഞ്ഞത് ഇവിടെ വെച്ചാണോ? അല്ല സാർ, ഞാൻ അപ്പുറത്താണ്. ഇവിടെയാണോ? അല്ല, ഇച്ചിരി അപ്പുറത്താണ്. ആ, ഇവിടെയാണ്. ഇവിടെയാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ കലാകാരൻ നിന്ന് പതുക്കെ ആ പട്ടത്തോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്നലെ കരഞ്ഞ സ്ഥലത്ത്, കീറിക്കിടന്ന സ്ഥലത്ത്, തകർന്നു കിടന്ന സ്ഥലത്ത്, മണ്ണ് പറ്റി കിടന്ന സ്ഥലത്ത്, നീ നിലവിളിച്ച സ്ഥലത്ത് നിന്നെ ഞാൻ ഉയർത്താൻ പോവാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് കടലിൽ നിന്ന് പതുക്കെയും ശക്തമായൊക്കെ വീശിയടിക്കുന്ന കാറ്റിന്റെ ആ ഒരു സഹായത്തോടെ പതുക്കെ ഈ പട്ടം ഒന്ന് ആകാശത്തേക്ക് ഇട്ടു, മുകളിലേക്ക് ഇട്ടു. പതുക്കെ പതുക്കെ നൂലയച്ചയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ കടലാസ് പട്ടമായി മാറിയ കടലാസ് ഈ നൂലിന്റെ ബലത്തിൽ പതുക്കെ പതുക്കെ ഉയരാൻ തുടങ്ങി. കുറച്ച് ഉയരാൻ തുടങ്ങിയപ്പോൾ ആ ബീച്ചിലുണ്ടായിരുന്ന മനുഷ്യരെ മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. ചില ആളുകൾ ഫോൺ എടുത്തു, ടാബ് എടുത്തു, അവർ ക്യാമറ ഓൺ ചെയ്തു, അവർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി, വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കുറച്ച് ഉയരങ്ങളിലെത്തിയ കടലാസ് പറഞ്ഞു, സാർ, നിങ്ങളെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല കേട്ടോ. നിങ്ങളെ അവിടെ കിടന്ന് എന്നെ ഇങ്ങനെ എത്തിച്ചത്, ഇന്നലെ ചവിട്ടി നടന്ന മനുഷ്യരിന്ന് ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഇതുപോലൊരു നല്ല കാലം നിങ്ങൾക്ക് വരും. കഥ തീർന്നിട്ടില്ല, പറയാം. ഇതുപോലൊരു നല്ല കാലം വരും കേട്ടോ പച്ച ക്രോ. ഇങ്ങനെ ഒരു നല്ല കാലം വരും കേട്ടോ സഹോദര, സഹോദരി, അമ്മ, നിങ്ങൾക്ക് വരും. കീറിക്കിടന്ന സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല. 10 രൂപ വായ്പ ചോദിച്ചാൽ പോലും ഒരാൾ തരാനില്ല, ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കത്തില്ല എന്നൊക്കെ പറയുന്ന സങ്കടപ്പെട്ടിരിക്കുന്നവരില്ലേ? ഈ നാട്ടിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തും കേട്ടോ. ഈ ദേശത്ത് നിങ്ങളുടെ ഇടവക ഏതെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഏത് സ്ഥലത്തുനിന്നാ വന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ വിഷമിച്ച സ്ഥലത്ത് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവകരം ഉണ്ടെന്ന് മറന്നേക്കല്ല്. ഇങ്ങനെ ഉയർന്നു. കുറച്ച് ഉയർന്നപ്പോൾ കടലാസ് പറഞ്ഞു, സാർ, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. ആയിക്കോട്ടെ, നല്ല കാര്യം. കുറച്ചുകൂടെ അങ്ങോട്ട് ഉയർന്നു. ഒരുപാട് ഉയർന്ന ആകാശത്തോടെ ഈ പട്ടം ഇങ്ങനെ ഓടി കളിക്കുവാണ്, ആകാശത്തോടെ ഇങ്ങനെ പറന്ന് കളിക്കുവാണ്. അപ്പോഴുണ്ട് പട്ടം ഉണ്ടാക്കിയ മനുഷ്യൻ താഴെ നൂലും പിടിച്ചിങ്ങനെ നിൽപ്പുണ്ട്. ഒരു കാര്യം ഓർത്തേ, നിങ്ങൾ നാളെ ഒരു സമയത്ത് ഉയരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യർ ഇപ്പോഴും താഴെ നിൽപ്പുണ്ടെന്ന് മറന്നേക്കല്ല്. നാളെ നിങ്ങളുടെ മക്കൾ ഓസ്ട്രേലിയയിൽ പോയെന്നിരിക്കും, കാനഡയിൽ പോയെന്നിരിക്കും, അവിടെ 4-5 വീടും മേടിച്ചെന്നിരിക്കും. അപ്പോൾ ഒരുപാട് സാമ്പത്തിക നന്മയും ഉയർച്ചയും വരുമ്പോൾ നിങ്ങളെ ഒരു കാലത്ത് പ്രാർത്ഥിച്ചും ആരാധിച്ചും തല കൈവച്ച് പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ച കുറെ പാവപ്പെട്ട മനുഷ്യർ ഈ കലാകാരനെ പോലെ താഴെ നിൽപ്പുണ്ട്. ഇപ്പോഴും ഓർത്തേക്കണം, ഉയരത്തിലെത്തുമ്പോ എന്ത് അപ്പൻ, എന്ത് അമ്മ, എന്ത് പള്ളി, എന്ത് പള്ളിയിലച്ഛൻ എന്ന് പറയരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആരൊക്കെയോ ഇപ്പോഴും താഴെ നിൽപ്പുണ്ട്, കുറെ ഉയർന്നു ആ കടലാസ്. ഇപ്പോൾ ആകാശത്തോടെ പറന്ന് കളിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കടലാസ് പറഞ്ഞു, സാറെന്ന് വിളിച്ച അതേ ആ കടലാസ് ഇപ്പൊ വിളിക്കുക, നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഈ നൂല് എനിക്ക് തടസ്സമാണ്, എനിക്ക് ഉയരാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ നൂല് തടസ്സമായി. നാളെ നിങ്ങൾക്ക് സാമ്പത്തികമായും വീടും ചുറ്റുപാടും എല്ലാം ബിസിനസ് ഒക്കെ ഉയർന്നു വരുമ്പോ ഈ നൂല് നിങ്ങൾക്ക് തടസ്സമാകരുത്, മറന്നേക്കരുത്. ഈ നൂല് ഏതാണെന്നറിയാവോ? ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ ഈ നൂല്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആരാധിക്കുന്നതാ ഈ നൂല്. നാളെ നിങ്ങൾ പറയും, എന്നാ നൂല്, എന്നാ പ്രാർത്ഥന, എന്നാ ധ്യാനം, എന്ത് ധ്യാനം, ചുമ്മാ തട്ടിപ്പ്. കുറെ തട്ടിപ്പുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉയർന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, ഈ നൂലൊന്നും കഥയില്ലെന്ന്. മറക്കരുത്, ഈ നൂലേല നീ ഉയർന്നത്. നൂലിന് വലിയ കട്ടിയും വണ്ണമൊന്നും ഇല്ലേലും ഈ നൂലേല ഉയർന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ നൂലുകളാണ്. ഇവിടെ നിൽക്കുന്ന പുരോഹിതന്മാർ നൂലുകളാണ്. നിങ്ങളിലൂടെയാ അവരിലൂടെയൊക്കെയാ നമ്മൾ പലരും ഉയരുന്നത്. അവരുടെ പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, അർപ്പിച്ച ബലി കൊണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, അവർ നൽകിയൊരു ഷെയ്ക്ക് ഹാൻഡ് കൊണ്ട്, അവർ നൽകിയൊരു പ്രോത്സാഹനം കൊണ്ടൊക്കെയാ പലരും ഉയർന്നു നാളുകളിൽ വരാൻ പോകുന്നത്. മറക്കരുത് ആ നൂലിനെയും താഴെ നിന്നവരെയും. കുറച്ചു കഴിഞ്ഞപ്പോ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്.
കടലാസിന് ദേഷ്യം വന്ന് കലാകാരനോട് പറഞ്ഞു, ഈ നൂലൊന്ന് പൊട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നൂലോ? ഈ നൂല് പൊട്ടിക്ക് എനിക്ക് പറക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇവിടെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ആ പട്ടവും ഈ കലാകാരൻ തമ്മിൽ വഴക്കുണ്ടായി. നൂല് പൊട്ടിപ്പോയി. നൂല് പൊട്ടിപ്പോയപ്പോൾ ആ ആകാശത്തോളം ഉയർന്ന പട്ടം ഒരു പടി കൂടെ ഉയർന്നു. അപ്പോൾ അദ്ദേഹം കേട്ടു ആ കടലാസ് തട്ടഹസിക്കുന്നത്. ആ കടലാസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, താങ്കളോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഈ നൂലാ എന്റെ പ്രശ്നമെന്ന്. ഈ നൂല് പൊട്ടിയപ്പോ കണ്ടോ, ഞാൻ കുറച്ചുകൂടെ ഉയർന്നിരിക്കുന്നു. നൂല് പൊട്ടുമ്പോൾ കുറച്ചുകൂടെ ഉയർന്നു എന്നൊക്കെയെന്ന് തോന്നും. കലാകാരൻ സങ്കടത്തോടെ വീട്ടിൽ പോയി. ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും കടത്തോര ബീച്ചിൽ കൂടെ നടക്കാൻ വരുമ്പോൾ വിളി കേൾക്കുന്നു, സാർ എന്ന് വീണ്ടും വിളി കേൾക്കുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഇന്നലെ ആകാശത്തോളം ഉയർന്ന പട്ടം വീണ്ടും കടൽ തീരത്ത് വന്ന് അടിഞ്ഞു മണ്ണ് പറ്റി കിടക്കുന്നു. അപ്പോൾ കലാകാരൻ ചോദിച്ചു, അല്ല എന്താ ഇവിടെ, എന്തു പറ്റി, എന്താ ഇവിടെ? അപ്പോൾ കടലാസ് പറയുവാ, സാർ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ നിങ്ങളെയുമായി ചേർത്ത് നിർത്തിയ ആ നൂലുണ്ടല്ലോ, ഞാൻ പൊട്ടിക്കാൻ പാടില്ലായിരുന്നു അല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി സാർ, ക്ഷമിക്കണം. അപ്പോൾ കലാകാരൻ പറയുവാണ്, ആ മനുഷ്യൻ പറഞ്ഞു, നിന്റെ അഹങ്കാരമാണ് നിന്നെ ഇന്ന് മണ്ണ് പറ്റിച്ചത്. ഒത്തിരി വലിയ പുള്ളികൾ ഇന്ന് മണ്ണ് പറ്റി കിടപ്പുണ്ട്. വലിയ പുള്ളികൾ, വലിയ ആളുകൾ എന്ന് നമ്മൾ പറഞ്ഞ ആളുകൾ പൊട്ടിപ്പോയി. ദൈവത്തോടുള്ള ബന്ധം പൊട്ടിച്ചു കളയല്. ദൈവത്തോടുള്ള ബന്ധം, പ്രാർത്ഥനയോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം പൊട്ടിച്ചു കളഞ്ഞ വലിയ പുള്ളികൾ പലരും പൊട്ടി താഴെ വീണു, മണ്ണ് പറ്റിപ്പോയി. മണ്ണ് പറ്റാതിരിക്കാൻ, ഉയർന്നിരിക്കാൻ എന്ത് വേണമെന്നറിയോ? ആ നൂലുമായിട്ടുള്ള ബന്ധം കളയല്. താഴെ നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നിനക്ക് വേണ്ടി ആരാധന നടത്തി, നിനക്ക് വേണ്ടി പ്രസംഗിച്ച്, നിനക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പട്ടമുണ്ടാക്കിയ കലാകാരനെ പോലെ നിൽക്കുന്ന കുറെ മനുഷ്യർ, കുറെ പുരോഹിതന്മാർ, കുറെ സിസ്റ്റേഴ്സ്, കുറെ സമർപ്പിതർ, കുറെ ശുശ്രൂഷകർ ഇന്നുമുണ്ട് ഇവിടെ. അവരിലൂടെയൊക്കെ ആ ദൈവം നാളുകളിൽ നിന്നെ ഉയർത്താൻ പോകുന്നേ. കുറച്ച് ഉയർന്നു കഴിയുമ്പോൾ ഓർക്കും, എന്നാ പ്രാർത്ഥനക്കാരൻ, എന്നാ പള്ളി. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എവിടെയോ നീ തകരാൻ തുടങ്ങും. തകരാതിരിക്കാൻ ദൈവത്തോടുള്ള ബന്ധം കളയില്ലേ. ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. കണ്ണുകളെ